ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങി, സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ ഇത് അക്ഷിതിനും സ്കൂൾ തുറക്കാറായി. അപ്പോൾ സ്കൂൾ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. ഏതായാലും പോവല്ലേ, അപ്പോൾ ഒന്നിച്ച് വാങ്ങിക്കാൻ കുന്നംകുളത്ത് പോകുമ്പോൾ എല്ലതും കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അക്ഷിതിൻ്റെ യൂണിഫോമിൻ്റെ ബാഡ്ജ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കുന്നംകുളത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ചേച്ചിക്കും കുന്നോളത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ആദ്യം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുങ്ങി ഇറങ്ങാൻ ലേറ്റായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പായി. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സെൻറ്ററിലേക്ക് പോണതിൻ്റെ ഫസ്റ്റ് ആയിട്ടാണല്ലോ യു ബി ഉള്ളത്. അപ്പോൾ യു ബിയിൽ തന്നെ കയറി. അപ്പോൾ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഡൈനാമൈറ്റ് ഷവായി, ഡൈനാമൈറ്റ് അൽഫാം, ഇഫ ചിക്കൻ, അഫ്ഗാനി ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ്. സ്പെഷ്യലായിട്ട് അവരുടെ ഡൈനാമൈറ്റ് സോസ് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ പറയല്ല, കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയിന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയത് അക്ഷത്തിൻ്റെ ഷൂവും ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാനാണ് തോന്നിയിരുന്നത്. പക്ഷേ വന്നത് പർച്ചേസിങ്ങിനാണല്ലോ, അത് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവന് ഷൂവും ചെരുപ്പും, എനിക്കൊരു ചെരുപ്പും ആശയ്ക്കൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് HNC എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റോറിലേക്കാണ്. അവിടെ ബുക്സ് എന്ന് മാത്രമല്ല, സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വേറെ കടകളിലൊക്കെ കയറി ഇറങ്ങി നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കിട്ടും. ബാഗ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, ബുക്സ്, പിന്നെന്താ ബോക്സ്, എന്താ പറയുക, കൊട, അങ്ങനെ കുറേ എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ചാർട്ടുകൾ, നമുക്ക് വല്ല പ്രൊജക്റ്റോ ക്രാഫ്റ്റോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഐറ്റംസും, അങ്ങനെ എല്ലതും. അതുകൊണ്ട് നല്ല ഈസിയാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. ഇന്ന സാധനം ആവശ്യമുണ്ടല്ലോ എന്ന് പോലും ഓർമ്മ വന്നിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സ്, പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മിഠായി പോലത്തെ റൈസർ, അതായത് സ്നിക്കേഴ്സും, കാറിൻ്റെ കീ ഒക്കെ പോലത്തെ, അതുപോലെ കാറ് ഷേപ്പിൽ, അങ്ങനെ പല ഷേപ്പിലുള്ള ഇറൈസറും ഷാർപ്പനറും പെന്നും ഒക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇതിനെ കൊണ്ടുപോയോണ്ട് അവനെ എത്ര വാങ്ങിച്ചിട്ടും മതിയാവണില്ലേ. ഓൾറെഡി അവൻ്റെ അച്ഛൻ കൊടുക്കുന്ന ഇറൈസറും പെൻസിലൊക്കെ ഉള്ള കാരണം അങ്ങനത്തെ ഒന്നും അധികം ഞാൻ മേടിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ അവന് ഈ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിക്കണം എന്നുള്ളൊരു ത്വരയായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവൻ അവിടെ നിന്ന് കൊടുന്നു. പിന്നെ നേരെ പോയത് പരാഗിക്കാണ്. എനിക്കും ആശയ്ക്കും മെറ്റീരിയൽസ് മേടിക്കേണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. ആശയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ വേറൊരു ഷോപ്പിലും കൂടി കയറി. ആ ഷോപ്പിൻ്റെ പേര് LMN അങ്ങനെ എന്തോന്നാണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവിടെ കൂടുതലും വെസ്റ്റേൺ ടോപ്പുകൾ, ബോഡിക്കോൺ ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് പർച്ചേസിങ്ങിൻ്റെ ക്ഷീണം കൊണ്ട് ഒരു ചായയും കുടിച്ച് തിരിച്ച് വരാൻ നോക്കുമ്പോൾ നല്ല മഴ. അങ്ങനെ ആ മഴയും നനഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ബൈ.